ഇനി നമുക്ക് ഡിവിസിബിലിറ്റിയിലെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് ഇഫ് എ ഈസ് എനി ഓഡ് ഇൻറ്റിജർ ദെൻ 32 ഡിവൈഡ്സ് എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7. അതായത് എ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7 ഇതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും 32. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ഡിവിഷൻ ഓൾഗരിതം ഏതെങ്കിലും ആർബിട്രറി ആയിട്ടുള്ള ഒരു ഇൻറ്റിജറിനും അതുപോലെ തന്നെ 2വിനും അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇൻറ്റിജറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡേഴ്സ് ഒന്നുകിൽ 0 അതല്ലെങ്കിൽ 1 ആയിരിക്കും. സോ ഏതൊരു ഇൻറ്റിജറിനെയും നമുക്ക് ഒന്നുകിൽ 2k അതല്ലെങ്കിൽ 2k പ്ലസ് 1 ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. അതിൽ ഓഡ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2k പ്ലസ് 1 മാത്രമാണ്. സോ ഏതൊരു ഓഡ് ഇൻറ്റിജർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻറ്റിജർ 2k പ്ലസ് 1 ഈ ഒരു ഫോമിലായിരിക്കും. സോ നമ്മൾ ആർബിട്രറി ആയിട്ടൊരു എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ a equal to 2k plus 1 for some integer k. Then a square plus 3 into a square plus 7 equal to 2k plus 1 whole square plus 3 into 2k plus 1 whole square plus 7. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4k square plus 4k plus 4 into 4k square plus 4k plus 8. ദെൻ രണ്ട് ബ്രാക്കറ്റ്സിൽ നിന്നും കോമൺ ആയിട്ട് 4 എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 2. ദെൻ കെ ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1ഉം കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 2ഉം ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 2 കിട്ടും. അതായത് കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1ഉം കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 2ഉം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ഇൻറ്റിജേഴ്സ് ആണ്. നമുക്കറിയാം ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിലൊരെണ്ണം ഈവൻ നമ്പറും അനദർ വൺ ഓഡ് നമ്പറുമായിരിക്കും. സോ കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 അതുപോലെ കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 2 ഇതിലേതെങ്കിലും ഒരെണ്ണം ഈവൻ നമ്പർ ആയിരിക്കും. സോ 2 അവയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് 2 ഈസ് എ ഫാക്ടർ ഓഫ് കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 2. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു 16 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 2. ഇതിൽ കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 2 അതിൻ്റെ ഒരു ഫാക്ടറാണ് 2. ഓൾറെഡി 16 എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7 അതിൻ്റെ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ 2 അതിൻ്റെ ഒരു ഫാക്ടറാണെന്ന് നമുക്ക് കിട്ടി. സോ 2 ഇൻറ്റു 16 എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7 അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് 32 അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ദെർഫോർ 32 ഡിവൈഡ്സ് എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 7 ഫോർ എനി ഓഡ് ഇൻറ്റിജർ എ. അതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് 8 ഡിവൈഡ്സ് 5 raised to n പ്ലസ് 7 ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ഏതൊരു നാച്ചുറൽ നമ്പർ n ചൂസ് ചെയ്ത് കഴിഞ്ഞാലും 8 എന്നുള്ളത് 5 raised to n പ്ലസ് 7 ഇതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് അത് വെരിഫൈ ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. സോ n ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ 5 raised to n പ്ലസ് 7 എന്നുള്ളത് 5 raised to 2 പ്ലസ് 7 അതായത് 25 പ്ലസ് 7 വിച്ച് ഇസ് ഈക്വൽ ടു 32. അത് 8ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അതായത് 32ൻ്റെ ഒരു ഫാക്ടറാണ് 8. അതിൽ നിന്നും 8 ഡിവൈഡ്സ് 32. അതായത് ആ റിസൾട്ട് അതായത് തന്നിട്ടുള്ള റിസൾട്ട് n ഈക്വൽ ടു 1ന് ട്രൂ ആണ്. ദെൻ ആ റിസൾട്ട് n ഈക്വൽ ടു കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് 8 ഡിവൈഡ്സ് 5 raised to 2k പ്ലസ് 7. 8 അതിൻ്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് 5 raised to 2k പ്ലസ് 7 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 5 raised to 2k പ്ലസ് 7 ഈക്വൽ ടു 8m ഫോർ സം ഇൻറ്റിജർ m. നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് ആ റിസൾട്ട് n ഈക്വൽ ടു k പ്ലസ് 1ന് ട്രൂ എന്നാണ്. അതായത് 8 ഈസ് എ ഫാക്ടർ ഓഫ് 5 raised to 2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 7. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. കൺസിഡർ 5 raised to 2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 7. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 5 raised to 2k പ്ലസ് 7 എന്ന് കിട്ടും. കാരണം 5 സ്ക്വയർ ഇൻറ്റു 5 raised to 2k എന്നുള്ളത് 5 raised to 2k പ്ലസ് 2 അതായത് 5 raised to 2 ഇൻറ്റു k പ്ലസ് 1 ആണ്. സോ 5 raised to 2 ഇൻറ്റു k പ്ലസ് 1ന് പകരം 5 സ്ക്വയർ ഇൻറ്റു 2 raised to k ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഒരു 5 സ്ക്വയർ ഇൻറ്റു 7 ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. 5 raised to 2k പ്ലസ് 7 ഈക്വൽ ടു 8m ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ട് ടൈംസ് ഇവിടെ കൊണ്ടുവന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ ഇൻറ്റു 5 raised to 2k പ്ലസ് 5 സ്ക്വയർ ഇൻറ്റു 7 മൈനസ് 5 സ്ക്വയർ ഇൻറ്റു 7 പ്ലസ് 7. ദെൻ ആദ്യത്തെ രണ്ട് ടൈംസിൽ നിന്നും 5 സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ ഇൻറ്റു 5 raised to 2k പ്ലസ് 7 മൈനസ് 168. ദെൻ 5 raised to 2k പ്ലസ് 7ന് പകരം 8m ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 8m മൈനസ് 168. 168 എന്നുള്ളത് 8ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. കാരണം 21 ഇൻറ്റു 8 ആണ് 168.
സോ രണ്ട് ടേംസിൽ നിന്നും കോമൺ ആയിട്ട് 8 എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 25m മൈനസ് 21. എം ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് 25m മൈനസ് 21 ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതിൽ നിന്നും 5^2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 7 എന്നുള്ളത് 8ൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് കിട്ടും. സോ 8 ഈസ് എ ഫാക്ടർ ഓഫ് 5^2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 7. സോ n ഈക്വൽ ടു kക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് n ഈക്വൽ ടു k പ്ലസ് 1ന് റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് 5 divides 3^3n plus 1 plus 2n plus 1 for n greater than or equal to 1. അതായത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ, അതായത് ഏതൊരു നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും 3^3n plus 1 plus 2n plus 1ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും 5. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് വെരിഫൈ ചെയ്യുവാൻ പോകുന്നത്. സോ n ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ 3^3n plus 1 plus 2n plus 1 എന്നുള്ളത് 3^4 plus 2 square, അതായത് 81 plus 4 which is equal to 85. 85 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 5 divides 85. സോ ദി അബവ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. ദെൻ തന്നിട്ടുള്ള റിസൾട്ട് n ഈക്വൽ ടു kക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് 5 divides 3^3k plus 1 plus 2k plus 1. ദെൻ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് തന്നിട്ടുള്ള റിസൾട്ട് n ഈക്വൽ ടു k പ്ലസ് 1ന് ട്രൂ ആണ് എന്നാണ്. അതിനുവേണ്ടി കൺസിഡർ 3^3 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3^3k പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1 പ്ലസ് 1. ദെൻ അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3^3 ഇൻറ്റു 3k പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 1. 3^3k പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1ൻ്റെ ഒരു ഫാക്ടറാണ് 5 എന്നുള്ളതിൽ നിന്നും 3^3k പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 3^3k പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1 ഈക്വൽ ടു 5m ഫോർ സം ഇൻറ്റിജർ m. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 3^3 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1 പ്ലസ് 1 ഈക്വൽ ടു 3^3 ഇൻറ്റു 3^3k പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 1. ദെൻ ഒരു 3^3 ഇൻറ്റു 2k പ്ലസ് 1 ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ടേം സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു. 3^3k പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1 ഈക്വൽ ടു 5m. ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ട് ടേംസ് ഇവിടെ കൊണ്ടുവന്നത്. ദെൻ ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്നും 3^3 കോമൺ ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ തേർഡും ഫോർത്തും ടേംസിൽ നിന്നും -2k പ്ലസ് 1 കോമൺ ആയിട്ട് എടുക്കുന്നു. ഇതുപോലെ എല്ലാം ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3^3 ഇൻറ്റു 3^3k പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1 -2k പ്ലസ് 1 ഇൻറ്റു 27 മൈനസ് 2. ദെൻ 3^3k പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1ന് പകരം 5m ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. സോ വിച്ച് ഇസ് ഈക്വൽ ടു 3^3 ഇൻറ്റു 5m മൈനസ് 2k പ്ലസ് 1 ഇൻറ്റു 25. 25 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് രണ്ട് ടൈംസിൽ നിന്നും 5 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 27m മൈനസ് 5 ഇൻറ്റു 2k പ്ലസ് 1. ദെൻ എമ്മും കെയും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് 27m മൈനസ് 5 ഇൻറ്റു 2k പ്ലസ് 1 ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതിൽ നിന്നും 3^3 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1 പ്ലസ് 1 എന്നുള്ളത് 5ൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് കിട്ടും. സോ 5 ഡിവൈഡ്സ് 3^3 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 1 പ്ലസ് 1. സോ n ഈക്വൽ ടു kക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് n ഈക്വൽ ടു k പ്ലസ് 1ന് റിസൾട്ട് ട്രൂ ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിച്ചു. ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. Then next question, for any arbitrary integer a, verify that 3 divides a into 2a square plus 7. അതായത് ഏതൊരു ഇൻറ്റിജർ a ചൂസ് ചെയ്ത് കഴിഞ്ഞാലും a into 2a square plus 7ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും 3. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ഡിവിഷൻ ഓൾഗരിതം ആർബിട്രറി ആയിട്ടുള്ള ഒരു ഇൻറ്റിജറിനും അതുപോലെ തന്നെ 3ക്കും അപ്ലൈ ചെയ്യുമ്പോൾ a എന്നുള്ള ഇൻറ്റിജറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡേഴ്സ് ഒന്നുകിൽ 0, അതല്ലെങ്കിൽ 1, അതുമല്ലെങ്കിൽ 2 ആയിരിക്കും. സോ ഏതൊരു ഇൻറ്റിജർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻറ്റിജറിനെ ഒന്നുകിൽ 3k, അതല്ലെങ്കിൽ 3k പ്ലസ് 1, അതുമല്ലെങ്കിൽ 3k പ്ലസ് 2, ഈ 3 ഫോംസിൽ ഏതെങ്കിലും ഒരു ഫോം യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. വേർ k ഈസ് എൻ ഇൻറ്റിജർ. നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻറ്റിജർ 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതായത് a ഈക്വൽ ടു 3k ആണെങ്കിൽ a ഇൻറ്റു 2a സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു 3k ഇൻറ്റു 18k സ്ക്വയർ പ്ലസ് 7 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു k ഇൻറ്റു 18k സ്ക്വയർ പ്ലസ് 7. അത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതിൽ നിന്നും 3 ഡിവൈഡ്സ് a ഇൻറ്റു 2a സ്ക്വയർ പ്ലസ് 7. നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻറ്റിജർ 3k പ്ലസ് 1 ഈ ഒരു ഫോമിലാണെങ്കിൽ, അതായത് a ഈക്വൽ ടു 3k പ്ലസ് 1 ആണെങ്കിൽ
a into 2a square plus 7 equal to 3k plus 1 into 2 into 3k plus 1 whole square plus 7. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3k plus 1 into 2 into 9k square plus 6k plus 1 plus 7. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3k plus 1 into 18k square plus 12k plus 9. സെക്കൻഡ് ബ്രാക്കറ്റിലുള്ള ടേംസിൽ നിന്നും കോമൺ ആയിട്ട് 3 എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3 into 3k plus 1 into 6k square plus 4k plus 3. ദെൻ അത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 3 divides a into 2a square plus 7. നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻറ്റീജറിൻ്റെ ഫോം 3k plus 2 ഈ ഒരു ഫോമിലാണെങ്കിൽ, അതായത് a equal to 3k plus 2 ആണെങ്കിൽ a into 2a square plus 7 equal to 3k plus 2 into 2 into 3k plus 2 whole square plus 7. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3k plus 2 into 2 into 9k square plus 12k plus 4 plus 7. 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3k plus 2 into 18k square plus 24k plus 15. ദെൻ സെക്കൻഡ് ബ്രാക്കറ്റിലെ ടേംസിൽ നിന്നും 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3 into 3k plus 2 into 6k square plus 8k plus 5. അത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 3 divides a into 2a square plus 7. സോ ഏതൊരു ഇൻറ്റിജർ a ചൂസ് ചെയ്ത് കഴിഞ്ഞാലും a into 2a square plus 7ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും 3. ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ഓർ ഡിസ്പ്രൂവ് ഇഫ് a divides b plus c then either a divides b or a divides c. അതായത് രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ സമ്മിൻ്റെ ഒരു ഫാക്ടറാണ് എ എന്നുണ്ടെങ്കിൽ ആ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഫാക്ടർ ആയിരിക്കും എ. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള റിസൾട്ട്. ഈ റിസൾട്ട് ട്രൂ അല്ല. ആ റിസൾട്ട് ഹോൾഡ് ചെയ്യാത്ത വിധത്തിൽ ഇൻഫിനിറ്റി മെനി എയും ബിയും സിയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ ഈ റിസൾട്ട് ഫോൾസ് ആണെന്ന് വെരിഫൈ ചെയ്യുവാൻ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ മതി. സോ ലെറ്റ് എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 3, സി ഈക്വൽ ടു 5. 3 + 5 ഈക്വൽ ടു 8 ആയതുകൊണ്ട് അതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 അതിൻ്റെ ഒരു ഫാക്ടറാണ്. അതായത് 2 divides 3 plus 5. 3ഉം 5ഉം ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് 2 3യുടെ ഒരു ഫാക്ടർ അല്ല. അതുപോലെ തന്നെ 2 5ൻ്റെയും ഒരു ഫാക്ടർ അല്ല. സോ 2 divides 3 plus 5. ബട്ട് 2 does not divides 3 and 2 does not divides 5. സോ തന്നിട്ടുള്ള റിസൾട്ട് ഹോൾഡ് ചെയ്യാത്ത വിധത്തിൽ ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. സോ തന്നിട്ടുള്ള റിസൾട്ട് എല്ലാ ഇൻറ്റിജേഴ്സിനും ട്രൂ അല്ല. അതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അതായത് GCD ആണ് ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എയും ബിയും ആർബിട്രറി ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ്, അതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നോൺ സീറോ ആയിരിക്കണം. ദെൻ ആ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അതായത് GCD ഡിഫൈൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ d ആയിരിക്കും. ആ ഇൻറ്റിജർ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്: d ഈസ് എ ഡിവൈസർ ഓഫ് ബോത്ത് a ആൻഡ് b. അതായത് d divides a and d divides b. അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ ഇതാണ്: ഇഫ് c divides a and c divides b then c less than or equal to d. അതായത് c എന്നുള്ളത് എയുടെയും ബിയുടെയും ഒരു കോമൺ ഡിവൈസർ ആണെങ്കിൽ c ലെസ് ദാൻ ഓർ ഈക്വൽ ടു d ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഡീനെയാണ് എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GCD ഓഫ് എ ബി എന്നാണ്. അതായത് എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള പോസിറ്റീവ് ഡിവൈസേഴ്സിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് അതായിരിക്കും എയുടെയും ബിയുടെയും GCD. നമുക്കറിയാം എല്ലാ ഇൻറ്റിജേഴ്സും സീറോയുടെ ഡിവൈസേഴ്സാണ്. സോ ഇൻ പെർട്ടിക്കുലർ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും സീറോയുടെ ഡിവൈസേഴ്സ് ആയിരിക്കും. സോ എയും ബിയും സീറോ ആണെങ്കിൽ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും എയുടെയും ബിയുടെയും കോമൺ ഡിവൈസേഴ്സ് ആയിട്ട് വരും. സോ അതിൻ്റെ ഒരു ലാർജസ്റ്റ് എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. കാരണം സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അൺബൗണ്ടഡ് ആണ്. സോ അതിനൊരു ലാർജസ്റ്റ് എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. സോ എയും ബിയും സീറോ ആണെങ്കിൽ നമുക്കതിൻ്റെ GCD കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ അറ്റ്ലീസ്റ്റ് 1 ഓഫ് എ ആൻഡ് ബി നോൺ സീറോ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം -12ൻ്റെയും 30യുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നമുക്ക് കണ്ടുപിടിക്കാം. -12ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഇവയെല്ലാമാണ് 1, 2, 3, 4, 6 and 12. അതുപോലെ തന്നെ 30യുടെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഇവയെല്ലാമാണ് 1, 2, 3, 5, 6, 10, 15 and 30. ദെൻ ഈ രണ്ടിൻ്റെയും പോസിറ്റീവ് ഡിവൈസേഴ്സിൽ കോമൺ ആയിട്ടുള്ളത് 1, 2, 3 and 6 ആണ്. അതിൽ ലാർജസ്റ്റ് ആയിട്ടുള്ളത് 6 ആയതുകൊണ്ട് -12ൻ്റെയും 30യുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 6 ആയിരിക്കും. അതായത് GCD ഓഫ് -12, 30 ഈക്വൽ ടു 6. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അതിൽ -8ൻ്റെയും -32ൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ് കണ്ടുപിടിക്കുന്നത്. -8ൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസേഴ്സ് 1, 2, 4, 8.
അതുപോലെ തന്നെ -32ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് 1, 2, 4, 8, 16 ആൻഡ് 32. അതിൽ കോമൺ ആയിട്ടുള്ളത് 1, 2, 4 ആൻഡ് 8. അതിൽ ലാർജസ്റ്റ് മെമ്പർ 8 ആയതുകൊണ്ട് -8ൻ്റെയും -32ൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 8 ആയിരിക്കും. അതായത് GCD ഓഫ് -8, -32 = 8. അതുപോലെ തന്നെ -5ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 1ഉം 5ഉം മാത്രമായിരിക്കും. അതുപോലെ തന്നെ 5ൻ്റെയും പോസിറ്റീവ് ഡിവൈസേഴ്സ് 1ഉം 5ഉം ആയിരിക്കും. അതിൽ ലാർജസ്റ്റ് 5 ആയതുകൊണ്ട് GCD ഓഫ് -5, 5 = 5. ജനറലായിട്ട് പറയുമ്പോൾ ഇഫ് എ ഈസ് എനി ഇൻറ്റിജർ GCD ഓഫ് a, -a എന്നുള്ളത് മോഡുലസ് ഓഫ് a ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ GCD ഓഫ് 12, 25 = 1. കാരണം 12ൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസേഴ്സ് 1, 2, 3, 4, 6 ആൻഡ് 12 ആണ്. അതുപോലെ തന്നെ 25ൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസേഴ്സ് 1, 5 ആൻഡ് 25 ആണ്. സോ അതിൽ കോമൺ ആയിട്ടുള്ളത് 1 മാത്രമാണ്. സോ ലാർജസ്റ്റ് ആയിട്ടുള്ളതും അത് തന്നെയായിരിക്കും. സോ GCD ഓഫ് 12, 25 = 1. ജനറലായിട്ട് പറയുമ്പോൾ GCD ഓഫ് ABയും GCD ഓഫ് BAയും സെയിം തന്നെയായിരിക്കും. അതായത് എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള കോമൺ ഡിവൈസറും ബിയുടെയും എയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറും സെയിം തന്നെയായിരിക്കും. ദെൻ എ ഒരു നോൺ സീറോ ഇൻറ്റിജർ ആണെങ്കിൽ GCD ഓഫ് a, 0 എന്നുള്ളത് മോഡുലസ് ഓഫ് a ആയിരിക്കും. എ പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ GCD ഓഫ് a, 0 = a തന്നെയായിരിക്കും. അതുപോലെ തന്നെ എ ഒരു നോൺ സീറോ ഇൻറ്റിജർ ആണെങ്കിൽ GCD ഓഫ് a, a എന്നുള്ളത് മോഡുലസ് ഓഫ് a ആയിരിക്കും. ദെൻ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെ ആ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും എന്നാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. നമുക്ക് ആദ്യം ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഗിവൺ ഇൻറ്റിജേഴ്സ് a ആൻഡ് b, നോട്ട് ബോത്ത് ഓഫ് വിച്ച് ആർ 0, there exist integers x and y such that GCD ഓഫ് AB = ax plus by. അതായത് എയും ബിയും ഏതെങ്കിലും രണ്ട് ഇൻറ്റിജേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെ അതായത് GCD ഓഫ് ABയെ നമുക്ക് ax plus by അതായത് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതാണ് ഈ തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് GCD ഓഫ് ABനെ നമുക്ക് എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. അതാണ് ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ തിയറം പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ആർബിട്രറി ആയിട്ട് രണ്ട് ഇൻറ്റിജേഴ്സ് എയും ബിയും ചൂസ് ചെയ്യുന്നു വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം നോട്ട് ഈക്വൽ ടു 0. ദെൻ ഈ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെയും പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനെ S എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് S = set of all ax plus by such that x and y are integers and ax plus by greater than 0. ദെൻ S നോൺ എംപ്റ്റി എന്നാണ് നമ്മൾ ആദ്യം വെരിഫൈ ചെയ്യുവാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് a ആൻഡ് b നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് a നോട്ട് ഈക്വൽ ടു 0. എയുടെ പ്ലേസിൽ b ആണെങ്കിലും S നോൺ എംപ്റ്റി എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിക്കും. സോ അസ്യൂം ദാറ്റ് a നോട്ട് ഈക്വൽ ടു 0. a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ a എന്നുള്ളത് a × 1 + b × 0 ആണ്. അതായത് എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എനെ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ a ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് a എന്നുള്ളത് എസ്സിലൊരു മെമ്പർ ആയിരിക്കും. സോ ഈ ഒരു കേസിൽ S നോൺ എംപ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ a ലെസ് ദാൻ 0 ആണെങ്കിൽ -a = a × -1 + b × 0. a ലെസ് ദാൻ 0 ആയതുകൊണ്ട് -a ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുപോലെ തന്നെ -aനെ എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിച്ചു. അതിൽ നിന്നും -a ബിലോങ്സ് ടു S. സോ ഏത് കേസിലായാലും S നോൺ എംപ്റ്റി ആയിരിക്കും. എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്. അതുപോലെ തന്നെ എസ്സിലുള്ളത് എയുടെയും ബിയുടെയും പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനാണ്. സോ എസ്സിലുള്ള മെമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതായത് S ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ദെൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പറയുന്നത് ഇതാണ്: എവരി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആസ് എ ലീസ്റ്റ് എലമെൻറ്റ്. ഇവിടെ S പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആയതുകൊണ്ട് എസ്സിനൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടായിരിക്കും. ആ ലീസ്റ്റ് എലമെൻറ്റ് D ആണെന്ന് വിചാരിക്കുക. അതായത് സെറ്റ് എസ്സിലെ ഏതൊരു മെമ്പർ C ചൂസ് ചെയ്ത് കഴിഞ്ഞാലും D ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ആയിരിക്കും. D എസ്സിലൊരു മെമ്പർ ആയതുകൊണ്ട് D ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. അതുപോലെ തന്നെ Dനെ എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. സോ ദെയർ എക്സിസ്റ്റ് ഇൻറ്റിജേഴ്സ് x ആൻഡ് y സച്ച് ദാറ്റ് D = ax plus by. ദെൻ D ആണ് എയുടെയും ബിയുടെയും GCD. ഇതാണ് നമ്മൾ വെരിഫൈ ചെയ്യുവാൻ പോകുന്നത്. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ Dനെ നമ്മൾ ഓൾറെഡി എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയിട്ടുണ്ട്. സോ അതിൽ നിന്നും എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെ എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം.
സോ നമ്മൾ വെരിഫൈ ചെയ്യുവാൻ പോകുന്നത് ഡി ഈക്വൽ ടു GCD ഓഫ് AB എന്നാണ്. അതിനുവേണ്ടി ഡി എന്നുള്ളത് എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണെന്നും അതുപോലെ തന്നെ എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള ഏതൊരു പോസിറ്റീവ് ഫാക്ടർ സി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആയിരിക്കും എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. അതിനുവേണ്ടി ആദ്യം ഡിവിഷൻ അൽഗോരിതം എക്കും ഡിക്കും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഇൻറ്റിജേഴ്സ് ക്യൂവും ആറും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ എ ഈക്വൽ ടു ക്യൂ ഡി പ്ലസ് ആർ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഡി. എ ഈക്വൽ ടു ക്യൂ ഡി പ്ലസ് ആർ ആയതുകൊണ്ട് ആർ ഈക്വൽ ടു എ മൈനസ് ക്യൂ ഡി. ദെൻ ഡിക്ക് പകരം എ എക്സ് പ്ലസ് ബി വൈ ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആർ ഈക്വൽ ടു എ മൈനസ് ക്യൂ ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ക്യൂ എക്സ് പ്ലസ് ബി ഇൻറ്റു മൈനസ് ക്യൂ വൈ. എക്സും വൈയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് 1 മൈനസ് ക്യൂ എക്സും അതുപോലെ തന്നെ മൈനസ് ക്യൂ വൈയും ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സോ ആറിനെ എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിച്ചു. ദെൻ ആർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആർ എന്നുള്ളത് എസിലൊരു മെമ്പർ ആയിരിക്കും. പക്ഷേ ആർ ലെസ് ദാൻ ഡി ആയതുകൊണ്ട് ആർ എന്നുള്ളത് എസിലൊരു മെമ്പർ ആയിരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഡി എന്നുള്ളത് എസിലെ ലീസ്റ്റ് എലമെൻ്റ് ആണ്. ഓൾറെഡി ആർ എന്നുള്ളത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡി ആണ്. ദെൻ ആർ എസിലൊരു മെമ്പർ ആയിക്കഴിഞ്ഞാൽ ഡി എസിൻ്റെ ലീസ്റ്റ് എലമെൻറ്റ് എന്നുള്ളതിനൊരു കോൺട്രഡിക്ഷൻ ആയിരിക്കും. സോ ആർ എസിലെ മെമ്പർ ആയിരിക്കുക പോസിബിൾ അല്ല. അതായത് ആർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് പോസിബിൾ അല്ല. ഓൾറെഡി ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഓൺലി പോസിബിലിറ്റി ആർ ഈക്വൽ ടു 0 എന്നാണ്. ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈക്വൽ ടു ക്യൂ ഡി, അതായത് എനെ ഡിയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കും. അതിൽ നിന്നും ഡി ഡിവൈഡ്സ് എ. സിമിലർലി ഡിവിഷൻ അൽഗോരിതം ബിക്കും ഡിക്കും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഇൻറ്റിജേഴ്സ് Q1 ഉം R1 ഉം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ബി ഈക്വൽ ടു Q1D പ്ലസ് R1 വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ഡി. ദെൻ ബി ഈക്വൽ ടു Q1D പ്ലസ് R1 ആയതുകൊണ്ട് R1 ഈക്വൽ ടു ബി മൈനസ് Q1D. ദെൻ ഡിക്ക് പകരം എക്സ് പ്ലസ് ബി വൈ ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് Q1 ഇൻറ്റു എക്സ് പ്ലസ് ബി വൈ. അതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് Q1 എക്സ് പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് Q1 വൈ. എക്സും വൈയും Q1 ഉം ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് മൈനസ് Q1 എക്സും അതുപോലെ തന്നെ 1 മൈനസ് Q1 വൈയും ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സോ R1നെ എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിച്ചു. ദെൻ R1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ R1 എസിലൊരു മെമ്പർ ആയിരിക്കും. ഓൾറെഡി R1 ലെസ് ദാൻ ഡി ആയതുകൊണ്ട് ഡി എസിലെ ലീസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ടും R1 ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് പോസിബിൾ അല്ല. R1 ഓൾറെഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഓൺലി പോസിബിലിറ്റി R1 ഈക്വൽ ടു 0. R1 ഈക്വൽ ടു 0 ആണെങ്കിൽ ബി ഈക്വൽ ടു Q1D, അതായത് ഡിയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിരിക്കും ബി. അതിൽ നിന്നും ഡി ഡിവൈഡ്സ് ബി. സോ ഡി എന്നുള്ളത് എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഡിവൈസറാണ്. ഇത് നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് എയുടെയും ബിയുടെയും പോസിറ്റീവ് ആയിട്ടുള്ള ഏതൊരു കോമൺ ഡിവൈസർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഡിവൈസർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നാണ്. അതിനുവേണ്ടി സി എന്നുള്ളത് എയുടെയും ബിയുടെയും ആർബിട്രറി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കോമൺ ഡിവൈസർ ആണെന്ന് വിചാരിക്കുക. ദെൻ സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ് ബി. നമുക്കറിയാം എയുടെയും ബിയുടെയും ഒരു കോമൺ ഫാക്ടറാണ് സി എന്നുണ്ടെങ്കിൽ ഫോർ എനി ഇൻറ്റിജേഴ്സ് എക്സ് ആൻഡ് വൈ എക്സ് പ്ലസ് ബി വൈയുടെയും ഒരു കോമൺ ഫാക്ടർ ആയിരിക്കും സി. ഇവിടെ സി എയുടെയും ബിയുടെയും ഒരു കോമൺ ഫാക്ടറാണ്. അതുപോലെ തന്നെ എക്സും വൈയും ഇൻറ്റിജേഴ്സാണ്. സോ എക്സ് പ്ലസ് ബി വൈയുടെയും ഒരു ഫാക്ടർ ആയിരിക്കും സി. അതായത് സി ഡിവൈഡ്സ് എ എക്സ് പ്ലസ് ബി വൈ. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു ഡി ആയതുകൊണ്ട് സി ഡിവൈഡ്സ് ഡി. നമുക്കറിയാം എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ മോഡുലസ് ഓഫ് എ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ആയിരിക്കും. ഇവിടെ സി ഡിവൈഡ്സ് ഡി ആണ്. സോ മോഡുലസ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി. ഇവിടെ സിയും ഡിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് സി ഈക്വൽ ടു സി ആൻഡ് മോഡുലസ് ഓഫ് ഡി ഈക്വൽ ടു ഡി. സോ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. അതായത് എയുടെയും ബിയുടെയും ആർബിട്രറി ആയിട്ടൊരു കോമൺ ഡിവൈസർ സി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആയിരിക്കും. അതുപോലെ തന്നെ ഡി എന്നുള്ളത് എയുടെയും ബിയുടെയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോമൺ ഫാക്ടറാണ്. സോ അതിൽ നിന്നും ഡി ഈസ് ദി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. അതായത് ഡി ഈക്വൽ ടു GCD ഓഫ് എ ബി. നമ്മൾ ഓൾറെഡി ഡി ഈക്വൽ ടു എക്സ് പ്ലസ് ബി വൈ എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെ അവയുടെ ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിച്ചു. അതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ എയുടെയും ബിയുടെയും പോസിറ്റീവ് ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ എടുത്ത് ആ സെറ്റിലെ ലീസ്റ്റ് എലമെൻറ്റ് ഡി ആണ്. എയുടെയും ബിയുടെയും GCD എന്നാണ് പ്രീവിയസ് തിയറത്തിൽ നമ്മൾ വെരിഫൈ ചെയ്തത്. സോ ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് എയും ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം നോട്ട് ഈക്വൽ ടു 0 ഇതുപോലെ രണ്ട് ഇൻറ്റിജേഴ്സ് എയും ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ എക്സ് പ്ലസ് ബി വൈ ഈ ഒരു ഫോമിലുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിലെ ലീസ്റ്റ് എലമെൻ്റ് ആയിരിക്കും എയുടെയും ബിയുടെയും GCD. അതായത് എ എക്സ് പ്ലസ് ബി വൈ വെർ എക്സ് ആൻഡ് വൈ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് എ എക്സ് പ്ലസ് ബി വൈ ഗ്രേറ്റർ ദാൻ 0
ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എടുക്കുക. ആ കളക്ഷനിലെ ലീസ്റ്റ് എലമെൻ്റ് ആയിരിക്കും എയുടെയും ബിയുടെയും GCD. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസിഡർ ദി കേസ് വിത്ത് A = 8 ആൻഡ് B = 12. ദെൻ എയുടെയും ബിയുടെയും അതായത് 8ൻ്റെയും 12ൻ്റെയും പോസിറ്റീവായിട്ടുള്ള ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കളക്ഷനിലുള്ള മെമ്പേഴ്സ് ഇതുപോലെയായിരിക്കും. 8 × -1 + 12 × 1, 8 × 0 + 12 × 1, 8 × 1 + 12 × 0. ഈ ഒരു ഫോമിലായിരിക്കും ആ സെറ്റിലുള്ള മെമ്പേഴ്സ്, അതായത് 4, 12, 8, എക്സെട്ര. ഈ ഒരു ഫോമിലായിരിക്കും ആ കളക്ഷനിലുള്ള മെമ്പേഴ്സ്. 4ന് താഴെയുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻറ്റിജറിനെ 8ൻ്റെയും 12ൻ്റെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ 8ൻ്റെയും 12ൻ്റെയും പോസിറ്റീവ് ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻസ് ബാക്കിയുള്ള പോസിറ്റീവ് ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻറ്റിജേഴ്സ് ഈ 3 ഇൻറ്റിജേഴ്സിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സോ കളക്ഷൻ എസ്സിലെ ലീസ്റ്റ് എലമെൻറ്റ് 4 ആണ്. സോ GCD of 8, 12 = 4. Then next corollary, if A and B are given integers not both 0, then the set T = set of all AX + BY such that X and Y are integers is precisely the set of all multiples of D = GCD of AB. അതായത് ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് എയും ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം നോട്ട് ഈക്വൽ ടു 0. ദെൻ എയുടെയും ബിയുടെയും പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഡിയുടെ മൾട്ടിപ്പിൾസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഡി എന്നുള്ളത് എയുടെയും ബിയുടെയും GCD, അതിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ രണ്ട് സെറ്റും സെയിം ആയിരിക്കും എന്നാണ് ഈ കൊറോളറിയിൽ പറയുന്നത്. അതായത് AX + BY, X and Y are integers. ഈ ഒരു ഫോമിലുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ എയുടെയും ബിയുടെയും GCDയുടെ മൾട്ടിപ്പിൾസിൻ്റെ കളക്ഷനും സെയിം തന്നെ ആയിരിക്കും. അതാണ് ഈ കൊറോളറിയിൽ പറയുന്നത്. ഇത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി AX + BY ഈ ഒരു ഫോമിലുള്ള ഏതൊരു ഇൻറ്റിജർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻറ്റിജർ ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കുമെന്നും അതുപോലെ തന്നെ ഡിയുടെ ഏതൊരു മൾട്ടിപ്പിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻറ്റിജറിനെ നമുക്ക് എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കുമെന്നുമാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്യാം. ഡി എന്നുള്ളത് GCD of AB. ഡി GCD of AB ആയതുകൊണ്ട് ഡി എന്നുള്ളത് എയുടെയും ബിയുടെയും കോമൺ ഡിവൈസർ ആയിരിക്കും. അതായത് D divides A and D divides B. നമുക്കറിയാം A divides B and A divides C ആണെങ്കിൽ ഫോർ എനി ഇൻറ്റിജേഴ്സ് X and Y A divides BX + CY. ഇവിടെ D divides A and D divides B. സോ ഫോർ എനി ഇൻറ്റിജേഴ്സ് X and Y D divides AX + BY. അതായത് AX + BY ഈ ഒരു ഫോമിലുള്ള ഏതൊരു ഇൻറ്റിജർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻറ്റിജറിൻ്റെ ഒരു ഡിവൈസർ ആയിരിക്കും ഡി, അതായത് അത് ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ AX + BY ഈ ഒരു ഫോമിലുള്ള ഏതൊരു ഇൻറ്റിജർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് ടിയിലെ ഏതൊരു മെമ്പറും ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ദെൻ സെക്കൻഡ് കേസ് വെരിഫൈ ചെയ്യുവാൻ വേണ്ടി ഡിയുടെ ആർബിട്രറി ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ സി നമ്മൾ ചൂസ് ചെയ്യുന്നു. സി ഡിയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് C = ND ഫോർ സം ഇൻറ്റിജർ n. ദെൻ ഡി GCD of AB ആയതുകൊണ്ട് പ്രീവിയസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഡിനെ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും, ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. സോ D = AU + BV ഫോർ സം ഇൻറ്റിജേഴ്സ് U and V. ദെൻ C = ND ആയതുകൊണ്ട് അതിൽ ഡിക്ക് പകരം AU + BV ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ C = N × AU + BV. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ A × NU + B × NV. എന്നും യുവും വിയും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് NUവും അതുപോലെ തന്നെ NVയും ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സോ സിനെ എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിച്ചു. സോ ഡിയുടെ ഏതൊരു മൾട്ടിപ്പിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ മൾട്ടിപ്പിളിനെ നമുക്ക് എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. സോ ഡിയുടെ ഏതൊരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് ടിയിലൊരു മെമ്പർ ആയിരിക്കും. സോ ടി എന്നുള്ള സെറ്റും ഡിയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസിൻ്റെ കളക്ഷൻ്റെ സെറ്റും സെയിം തന്നെയായിരിക്കും. അതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.